തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ വന്യമൃഗങ്ങൾക്കായുള്ള കൂടുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന സന്ദർശകരുടെ പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് അധികൃതർ. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലുള്ളത് കാഴ്ച ബംഗ്ലാവല്ല, പകരം പരിക്കേറ്റ വന്യമൃഗങ്ങൾക്കായുള്ള പുനരധിവാസ കേന്ദ്രമാണ്. വന്യമൃഗ സങ്കേതങ്ങളിൽ കാഴ്ച ബംഗ്ലാവുകൾ അനുവദനീയമല്ല എന്നും സന്ദർശകർ തെറ്റിദ്ധാരണ മാറ്റേണ്ടതായുണ്ടെന്നും അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ വ്യക്തമാക്കി. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലെത്തുന്ന സന്ദർശകരുടെ അഭിപ്രായങ്ങളും പരാതികളും സംബന്ധിച്ച് കൃത്യമായ അവലോകനം നടത്തുകയാണ് വനം വകുപ്പ് അധികൃതർ. സന്ദർശകരുടെ പരാതികൾ ശേഖരിക്കുന്നതിനായി ഇവിടെ പ്രത്യേകം സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പരാതികളിലേറെയും ഇവിടെയുള്ള കാഴ്ച ബംഗ്ലാവിനെക്കുറിച്ചാണ്. കൂടുകളിൽ മൃഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും ഇവ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും വന്യമൃഗങ്ങളെ കൂടുകളിൽ കാണാൻ സാധിച്ചില്ല എന്നതുമാണ് പരാതി. എന്നാൽ വലിയൊരു തെറ്റിദ്ധാരണയാണ് ഈ പരാതിക്ക് പിന്നിൽ എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷിസങ്കേതത്തിലെ കൂടുകൾ മൃഗശാലകൾ എന്ന നിലയിൽ മൃഗങ്ങളെ പ്രദർശിപ്പിക്കുന്നതിന് ഉള്ളവയല്ല, പകരം വന്യമൃഗ സംഘടനകളിലോ നാട്ടിലേക്ക് ഇറങ്ങുക വഴിയോ പരിക്കേൽക്കുന്ന വന്യമൃഗങ്ങളെ പരിചരണാർത്ഥം പാർപ്പിക്കുന്ന ഇടങ്ങളാണ് ഇത്. നിയമപ്രകാരം ഒരു പക്ഷിസങ്കേതത്തിൽ യാതൊരു കാരണവശാലും കാഴ്ച ബംഗ്ലാവ് അനുവദനീയമല്ല. ഇതേക്കുറിച്ച് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ഇങ്ങനെ വ്യക്തമാക്കുന്നു. അവരുടെ മനസ്സിലുള്ള കാഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉള്ളിലുള്ളത് എന്ന് പറയുന്നത്, കൂട്ടിലടച്ച കുറെ പക്ഷി മൃഗാദികളെ അവർക്ക് കാണണം. പക്ഷെ ഈ കൂട്ടിലിട്ട പക്ഷിമൃഗാദികളെ ഒരു വന്യജീവി സങ്കേതത്തിൽ സൂക്ഷിക്കാൻ നിയമപരമായിട്ട് പറ്റില്ല. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഒരു സാന്ദ്രിക്കൊരു സൂ നടത്താൻ പറ്റില്ല. പിന്നെ നമ്മുടെ കൂടുകളിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ആ കൂടുകളിൽ ഉണ്ടായി ഇതൊരു വന്യജീവി സങ്കേതം പോലെയുള്ള ഒരു കേന്ദ്രം പ്രവർത്തിക്കുമ്പോൾ പല സ്ഥലത്തുനിന്നും പരിക്ക് പറ്റിയും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളിൽ അകപ്പെട്ട പാമ്പുകളോ മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ വരും. അപ്പൊ നമ്മൾ അതിനെ എടുത്തിട്ട് അതിനെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് പരിക്കോ മറ്റോ ഉണ്ടാവും. അതിന് നേരെ കൊണ്ട് കാട്ടിലേക്ക് വിട്ടാതെ അത് നേരിട്ട് കൊല്ലുക, അതിലും ഭേദം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള ഒരു താവളങ്ങൾ ഒരുക്കിയിട്ട് ആ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കി അതിനെ സംരക്ഷിച്ച് മെഡിസിൻ ആവശ്യമുണ്ടെങ്കിൽ അത് പോകാൻ പ്രാപ്തനാണ് എന്ന് ഉറപ്പുവരുത്തി കഴിയുമ്പോൾ അത് എവിടെയാണോ കാണുന്ന ഹാബിറ്റാറ്റ് ആ ഹാബിറ്റാറ്റിൽ കൊണ്ടുപോയി വിടുക. തട്ടേക്കാട് പക്ഷിസങ്കേതം ഒരു ഇക്കോ ടൂറിസം സെന്ററാണ്. ഇതിന്റെ നടത്തിപ്പിൽ ഉൾപ്പെടെ പ്രാദേശിക ജനതയുടെ പങ്കാളിത്തം ഉണ്ട്. വരുമാനത്തിൽ വലിയൊരു പങ്കും ഇവരിലേക്ക് തന്നെയാണ് എത്തുന്നത്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്ന ഒരു എക്കോ ടൂറിസം സെന്റർ ആണെന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ആരും ശ്രദ്ധിക്കാതെ പോകുന്നതും അറിയാതെ പോകുന്നതുമായ ഒരു വലിയ വസ്തുതയാണ് എന്താണ് ഇക്കോ ടൂറിസം. ഈ ഇക്കോ ടൂറിസത്തിന് മറ്റുള്ള ടൂറിസങ്ങളുമായിട്ടുള്ള വ്യത്യാസം എന്താണ് എന്ന് സാധാരണ വരുന്നവരാരും ചിന്തിക്കാറില്ല, അറിയാറില്ല. എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ ഒന്ന് നേച്ചർ ബേസ്ഡ് ആയിരിക്കണം, അതിനകത്ത് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, നേച്ചർ ബേസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രാദേശിക ജനങ്ങൾക്കതിൽ പങ്കാളിത്തം ഉണ്ടാകണം. അവിടെ ലഭിക്കുന്ന വരുമാനങ്ങൾ പ്രാദേശിക ജനങ്ങൾക്ക് കൂടി വേണ്ടി ഉപയോഗിക്കണം. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനവും വിദ്യാഭ്യാസവുമായിരിക്കണം അതിന്റെ പ്രാഥമികമായ ലക്ഷ്യം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എക്കോളജിക്കലി വയബിൾ ആയിരിക്കണം, പ്രകൃതിക്കിണങ്ങുന്നത് തന്നെ ആയിരിക്കണം. അല്ലാതെ എന്തെങ്കിലും കുറേയധികം കെട്ടിപ്പോയി അടിസ്ഥാന സൗകര്യങ്ങൾ ഓഫീസൊക്കെ വേണമെന്നല്ല, മറ്റെല്ലാ എടുപ്പുകളും നടപ്പുകളും എല്ലാം കോൺക്രീറ്റ് കൊണ്ടുപോകാൻ മറ്റൊന്നും എക്കോ ടൂറിസം പറയാൻ പറ്റില്ല. വിദേശികളും അന്യസംസ്ഥാന ടൂറിസ്റ്റുകളും പൂർണ്ണമായും തൃപ്തരായാണ് മടങ്ങുന്നതെന്നും എന്നാൽ പരാതിയുള്ളത് ഏറെയും സംസ്ഥാനത്തിന് ഉള്ളിൽ നിന്നുള്ള സന്ദർശകർക്കാണെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.